മാന്യ പ്രേക്ഷകർക്ക് എവരിത്തിങ് ഹാപ്പൻസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഇന്നലെ നമ്മുടെ പാർലമെൻറ്റിൽ നടന്ന വിമൻ റിസർവേഷൻ ബിൽ, നാരീശക്തി അമെൻമെൻറ്റ് ബില്ലിനെപ്പറ്റിയുള്ള ചർച്ച നമ്മളേവരും ശ്രദ്ധിച്ചു. ഇന്ത്യൻ ഡെമോക്രസിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 12 വർഷത്തെ ഇടവേളയിൽ ഇതേപോലെയൊരു ചർച്ച, ഇത്ര ഗൗരവമായൊരു ചർച്ച പാർലമെൻറ്റിൽ എല്ലാ കക്ഷികളും കൂടി നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഈ സ്ത്രീ സംവരണ ബില്ലും വിമൻ റിസർവേഷൻ ബില്ലും അതേപോലെ മണ്ഡല പുനർനിർണയ ബില്ലും കൂടെ യോജിപ്പിച്ചുകൊണ്ട് ഭരിക്കുന്ന ഗവൺമെൻറ് BJP ഗവൺമെൻറ് പുതിയ വനിതാ സംവരണ ബിൽ കൊണ്ടുവരാനാണ് ഇന്നലെ പാർലമെൻറ്റിൽ എല്ലാവരും കൂടെ യോഗം ചേർന്ന് 3/2 ഭൂരിപക്ഷത്തോടെ അതിലും പാസ്സാക്കാൻ വേണ്ടിയായിരുന്നു ഇന്നലെ പാർലമെൻറ്റ് സമ്മേളനത്തിൽ നമ്മൾ വോട്ടെടുപ്പ് കണ്ടത്. ആ ബിൽ ദയനീയമായി പരാജയപ്പെട്ടു. നമ്മൾ ഒറ്റനോട്ടത്തിൽ വിചാരിക്കും ഇത് നാരി ശക്തി ബില്ലിന് എതിരായത്, അതായത് വിമൻ റിസർവേഷൻ ബില്ലിനെതിരായിട്ടാണ് പ്രതിപക്ഷം വോട്ട് ചെയ്തത്. അങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഇപ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ പ്രക്ഷോഭങ്ങളും മറ്റ് പ്രതിഷേധ പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇതിൻ്റെ വശങ്ങളിലേക്ക് നമ്മൾക്ക് ഒന്ന് പോകാം. എന്താണ് ഈ മണ്ഡൽ പുനർനിർണയ ബിൽ? മണ്ഡല പുനർനിർണയ ബിൽ അല്ലെങ്കിൽ ഈ അസംബ്ലി മണ്ഡലങ്ങൾ പുനർനിർണയിക്കുന്ന ഈ ബില്ല് ഈ വിമൻ റിസർവേഷൻ ബില്ലും തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് അത് ഈ ജനാധിപത്യത്തിന് തുരങ്കം വെക്കുന്ന ഒരു പരിപാടി പ്രതിപക്ഷങ്ങളുടെ ഐക്യം കൊണ്ട് പാർലമെൻറ്റിൽ തകർന്നടിയുന്നതായിട്ടാണ് കണ്ടത്. എല്ലാവരെയും എല്ലാ കാലത്തും എപ്പോഴും വിഡ്ഢികളാക്കാമെന്നുള്ള ചിന്ത ഇന്നലെ ഭരണപക്ഷത്തിന് ഏറ്റ വലിയൊരു ക്ഷതമാണ്. ഇന്നലെ നമ്മുടെ രാജ്യത്തിന് കിട്ടിയ ഒരു സുവർണ അവസരം ഭരണപക്ഷം അവരുടെ ബോധമില്ലായ്മ കൊണ്ട് അവർ ഒരിക്കലും വിമൻ റിസർവേഷൻ ബില്ല് പാസ്സാക്കുവാനും പ്രാവർത്തികമാക്കാനും നമ്മുടെ ഗവൺമെൻറ്റിന് യാതൊരു താല്പര്യമില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ചിന്തിക്കുന്ന ഏവർക്കും മനസ്സിലാകും. ഇന്നലെ എല്ലാ പാർട്ടികളും ഐകകണ്ഠേന ഇത് പറഞ്ഞു. 543 MPമാരിൽ ഇപ്പോൾ 33% സ്ത്രീകൾക്ക് വേണ്ടി റിസർവ് ചെയ്യാം, വിമൻ റിസർവേഷനിൽ ഇപ്പോൾ തന്നെ പാസ്സാക്കാമെന്ന് പറഞ്ഞു. BJP അല്ലെങ്കിൽ ഭരണപക്ഷം അത് തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ അംഗീകരിച്ചില്ല. അവർ 50% കൂടെ വികസിപ്പിച്ച് 813 MPമാർ പാർലമെൻറ്റിൽ വന്നിട്ട് അതിൽ നിന്ന് 33% ആക്കാമെന്നും പറഞ്ഞ്, അതായത് സൗത്ത് ഇന്ത്യനെ ഒരു അടിച്ച് ഇരുത്തിക്കൊണ്ട് നോർത്ത് മേധാവിത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കുൽസിത ശ്രമമാണ് ഇന്നലെ പാർലമെൻറ്റിൽ നടന്നത്. അത് ഒറ്റക്കെട്ടായിട്ട് പ്രതിപക്ഷം അതിനെ എതിർത്തുകൊണ്ട് അതിനെ തടഞ്ഞു. അത് വളരെ അപ്രീഷിയേറ്റ് ആയിട്ടൊരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും ജനാധിപത്യത്തിൻ്റെ ഒരു ശ്വാസം നമുക്കിപ്പോൾ ശ്വസിക്കാം, അല്ലെങ്കിൽ അത് ഭീഷണിയിലായേനെയും. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എന്താണ് യഥാർത്ഥത്തിൽ പാർലമെൻറ്റിൽ നടന്നത്? BJPയുടെ തന്ത്രപരമായ ഒരു നീക്കത്തിലൂടെ ആർക്കും എതിർക്കാൻ പറ്റാത്ത സ്ത്രീ ശാക്തീകരണം പറഞ്ഞ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ 50% വരുന്ന സ്ത്രീജനങ്ങളെ പറഞ്ഞു അവരെ മുൻധാരയിൽ കൊണ്ടുവന്നുകൊണ്ട് കപട തരത്തിൽ ഒരു മണ്ഡല പുനർനിർണയം നടത്തി നോർത്ത് സ്റ്റേറ്റുകളുടെ വലിയ സ്റ്റേറ്റുകളുടെ സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് 800 850 എത്രയും എങ്കിലും പാർലമെൻറ്റിൽ MPമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് 3/2 ഭൂരിപക്ഷം കൈക്കലാക്കിക്കൊണ്ട് വളരെ എളുപ്പത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പും കാലാകാലങ്ങളിലുള്ള ഒരു സർവാധിപത്യ ഭരണത്തിന് വേണ്ടിയിട്ടുള്ളൊരു ചട്ടക്കൂടാണ് ഭാഗ്യവശാൽ തന്ത്രമേൽക്കാതെ ഇന്നലെ രക്ഷപ്പെട്ടത്. അതായത് സ്ത്രീ ശാക്തീകരണം പറഞ്ഞ് രാജ്യത്തെ തന്നെ ഏകാധിപത്യത്തിലേക്ക്, അതായത് കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ അമെൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനെ ഇല്ലാതെയാക്കിക്കൊണ്ടുള്ള ഇതിലേക്കുള്ള ഒരു ചപ്പടി വിദ്യയായിരുന്നു ഇന്നലെ പാർലമെൻറ്റിൽ നടന്നത്. എന്നിട്ട് ഇപ്പോൾ അവർ തന്നെ പ്രതിഷേധിക്കുകയാണ്.
അവർ പറയുന്നു ഞങ്ങൾ 33% സ്ത്രീകൾക്ക് വിമൻ റിസർവേഷൻ കൊടുക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി എതിർത്ത് അതിനെ തോൽപ്പിച്ചു. അങ്ങനെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും അവകാശത്തിനെതിരെ പ്രതിപക്ഷം നിലനിന്നുവെന്നും പറഞ്ഞുകൊണ്ടിട്ട് കവട വിളംബരമാണ്. യഥാർത്ഥത്തിൽ ഇന്നലെ ഗവൺമെൻറ് നമ്മുടെ ഭരിക്കുന്ന ഗവൺമെൻറ് വിചാരിച്ചിരുന്നെങ്കിൽ 33% സ്ത്രീ സംവരണം നൽകി ശാക്തികമായിട്ട് നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ സഹോദരികളും അമ്മമാരും പെങ്ങന്മാരും ഇന്നലെ ഭരണത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ട് ഒരു സുവർണാവസരം പാഴാക്കി. അവരതിന് തയ്യാറല്ല. അവർ കൂടെ നിന്നില്ല. ഇന്നലെ പാസ്സാക്കാമായിരുന്നു. 543 എംപിമാരിൽ 33% നമ്മുടെ സഹോദരന്മാർക്ക് വിമൻസ് റിസർവേഷൻ ബില്ലിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിരുന്നു. അതില്ലാതാക്കി. അവരൊരിക്കലും സമ്മതിക്കത്തില്ല. പ്രതിപക്ഷ പാർട്ടികൾ വളരെ ഗൗരവത്തോടെ സഗൗരവം ഇക്കാര്യം പറഞ്ഞിട്ട് അവർ ഭരിക്കുന്ന ഗവൺമെൻറ് അതിന് തയ്യാറായില്ല. ഇന്ന് പറഞ്ഞാൽ ഇത് വിമൻസ് റിസർവേഷന് കട്ട എതിരാണ്. അവരൊരിക്കലും ചെയ്യുകയില്ല. വിമൻസ് എംപവർമെൻറ്റ് രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഉച്ചനീചത്വങ്ങൾ കുറേയൊക്കെ അവസാനിക്കുമെന്നും ഈ അതിഭയങ്കരമായ അഴിമതി നടക്കയില്ല എന്നും അവർക്കറിയാം. സ്ത്രീജനങ്ങൾക്ക് അഴിമതി നടത്താൻ, പൊതുവെ അതിഭയങ്കരമായ അഴിമതി നടത്താൻ കുറച്ചൊക്കെ പേടിയാണ് ഭൂരിഭാഗത്തിനും. അവരുടെ സാർവത്രികമായൊരു ഇതാണ്. അതിനുവേണ്ടി അതിന് കടയ്ക്കൽ കത്തിവെച്ചുകൊണ്ട് അതില്ലാണ്ടാക്കിയിട്ട് നേരെ ഓപ്പോസിറ്റ് സംസാരിക്കുകയാണ്. ഇത് നമ്മുടെ പ്രതിപക്ഷം ഏറ്റെടുത്തുകൊണ്ട് ഇതാക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ കാര്യത്തിലേക്ക് വരാം. എന്താണ് ഈ മണ്ഡല പുനർനിർണ്ണയം? മണ്ഡല പുനർനിർണ്ണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരിക്കുന്ന ഗവൺമെൻറ് അല്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് ഇഷ്ടമില്ലാത്ത മണ്ഡലങ്ങൾ വൃത്തത്തിലോ നീളത്തിലോ ചതുരത്തിലോ ഒക്കെ വെട്ടിമുറിച്ച് തരംതിരിച്ച് അവരുടെ പാർട്ടി ജയിച്ച് കയറി വരാൻ വേണ്ട വിധത്തിലുള്ള, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ന്യൂനപക്ഷങ്ങളെയോ അല്ലെങ്കിൽ വിഭാഗത്തിനെയോ വിഭജിച്ചുകൊണ്ട് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുത്തുവാനുള്ള ഒരു പദ്ധതിയാണ്. അത് കോടതിയിൽ പോലും ചോദ്യം ചെയ്യാതെ ആ ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട്, ഇഷ്ടമുള്ള ആളുകളെ കമ്മീഷനെ വെച്ചുകൊണ്ടിട്ടുള്ള ഒരു പരിപാടിയാണ് BJP തത്വത്തിൽ ആവിഷ്കരിച്ചത്. ഈ അപകടം എന്തായാലും മണത്തറിഞ്ഞു. ഈ അപകടം പ്രതിപക്ഷ പാർട്ടികൾ മണത്തറിഞ്ഞു. പറഞ്ഞത് മറ്റുള്ളവരെല്ലാവരും കേട്ടു. എസ്പെഷ്യലി നമ്മൾ താങ്ക് യു ചെയ്യേണ്ടത് നമ്മുടെ നോർത്തേൺ പാർട്ടികളായിട്ടുള്ള മുലായം സിംഗ് യാദവും അഖിലേഷ് യാദവും അതേപോലെ സ്റ്റാലിനും DMK ഒക്കെ വളരെ ശക്തമായിട്ട്, കോൺഗ്രസും എല്ലാവരും തന്നെ കൂട്ടുനിന്നുകൊണ്ട്, അവർക്കും അറിയാം ഇങ്ങനെ ഒരു ബില്ല് പാസ്സായി ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ജനാധിപത്യം തന്നെ ഉണ്ടാവില്ല, കോൺസ്റ്റിറ്റ്യൂഷനും അമെൻഡ് ചെയ്യും, രാജ്യം മുഴുവനും ഒരു സർവാധിപത്യത്തിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് സശ്രദ്ധമാ ബില്ല് പാർലമെൻറ്റിൽ തോൽപ്പിച്ചു കളഞ്ഞു. 3-2 ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ പറ്റിയില്ല. പ്രതിപക്ഷം വിചാരിച്ചാലും കൂടുതൽ വോട്ടുകൾ കൊണ്ട് ഭരണപക്ഷത്തിനേറ്റ ഭയങ്കരമായ ഒരു അടിയാണ്. ഇത് BJPയുടെ ഒരു പതനത്തിൻ്റെ തുടക്കമായിട്ട് വേണേൽ നമുക്ക് കണക്കാക്കാം. അസത്യങ്ങളും സത്യമില്ലായ്മയും പറഞ്ഞ് രാജ്യത്തെ ജാതി മത വർഗ ഇതായി വിഭജിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പാർട്ടികൾക്ക് ശാശ്വതകാലം തുടരാൻ പറ്റുകയില്ല എന്നുള്ളതിന് ഉള്ളൊരു ഉദാഹരണം കൂടിയാണ് നമ്മൾ കണ്ടത്. സുഹൃത്തുക്കളെ, ഇങ്ങനെ ഈ മാതിരിയുള്ള അധികാര കേന്ദ്രീകരണം നമുക്കറിയാം. നമ്മുടെ രാജ്യത്തെ എത്ര ലക്ഷം കോടി രൂപയാണ് കോർപ്പറേറ്റുകളുടെയും മറ്റുള്ളവരുടേതൊക്കെ എഴുതി തള്ളിയിട്ട് പാവങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? OBC അതേപോലെയുള്ള താഴ്ന്ന ജാതി അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ അവകാശങ്ങൾ തട്ടിയെടുത്തുകൊണ്ട് കോർപ്പറേറ്റ് മാഫിയകൾ അഴിമതിയും കള്ളത്തരവും രാജ്യത്തിൻ്റെ സ്വത്തും കൊള്ളയടിച്ച് 16.3 ലക്ഷം കോടി രൂപയാണ് ഗവൺമെൻറ് കോർപ്പറേറ്റുകളുടേത് എഴുതി തള്ളിയത്. ഇത്രയും തുക ഏതെങ്കിലും ഒരു പാവപ്പെട്ടൻ്റെ ആരെങ്കിലും എഴുതി തള്ളുക? അത് കിട്ടാക്കടമാണ് പോലും. ഈ കിട്ടാക്കടം എങ്ങനെയാണ് വരുന്നത്? അതായത് അനാവശ്യമായി ഇവർക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെന്നിട്ട് എഴുതി തള്ളുകയാണ്. ഇവിടെ തൊഴിലുറപ്പുകൾക്കോ പാവങ്ങൾക്കോ അമ്മ ആദ്മിക്കോ ഒന്നുമില്ല. അതേപോലെ സാർവത്രികമായ അഴിമതി. കോൺക്രീറ്റ് പാലങ്ങളും കോൺക്രീറ്റ് ബിൽഡിങ്ങുകളും ഉണ്ടാക്കിയിട്ട് കമ്മീഷൻ തട്ടിയിട്ട് അത് പൊളിഞ്ഞു പോകും, വീണ്ടും ഉണ്ടാക്കും. അതേപോലെ എത്രമാത്രം പൈസയാണ് ഈ MPകളും ഇവർക്കുമെല്ലാം, എത്ര സെക്രട്ടറിമാരും എത്ര ആൾക്കാരെയും എത്ര ഉദ്യോഗസ്ഥന്മാരെയും വെച്ചിട്ട് അവരെല്ലാം ദളവകളും രാജാക്കന്മാരുമായിട്ട് വിലസുന്നു.
തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും മണ്ഡല നവീകരണവും പുനർക്രമീകരണവും പൈസ എടുക്കും ബിസിനസ്സും പരസ്യവും കൊള്ളയും തരികിടയും പറഞ്ഞ് അധികാരത്തിൽ കയറി കടിച്ചു തൂങ്ങി പാവം ജനങ്ങളെ കൊള്ളയടിച്ച് രാജ്യത്ത് തൊഴിലില്ല, ചെറിയ തൊഴിലുകൾ മുഴുവൻ നഷ്ടപ്പെട്ടു, യുവജനങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഓടിപ്പോകുന്നു. അതേപോലെ തന്നെ പണക്കാർ വീണ്ടും പണക്കാരാവുന്നു. രാജ്യത്ത് ഏറ്റവും വലിയ പോവർട്ടി രാജ്യങ്ങളിൽ തന്നെ വിടുന്നു. ഇതൊന്നും നമ്മൾ കാണാതെ പോകരുത്. 65 ലക്ഷം കോടി രൂപ കടമുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 205 ലക്ഷം കോടി കടമായിരിക്കുന്നു. ഇങ്ങനെയുള്ള വികസനം ഇതെന്ത് വികസനമാണ്? ഇതെന്ത് ശക്തിയാണ്? നമ്മുടെ വികസിച്ചു എന്ന് പറയുന്നത് കടം മേടിച്ചിട്ട് കമ്മീഷൻ അടിച്ചു കഴിഞ്ഞാൽ വികസനം ഉണ്ടാകുമോ? സുഹൃത്തുക്കളെ, അതേപോലെ കോടതികളെയും നമ്മളുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും മുഴുവനും രാഷ്ട്രീയവൽക്കരിച്ച് ജനാധിപത്യത്തെ തന്നെ അവിടത്തിലാക്കുന്ന ഈ സ്ഥിതിവിശേഷം കണ്ടറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളും ജനങ്ങളും ഒത്തൊരുമിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നമുക്കൊന്ന് ശ്വസിക്കാം. ജനാധിപത്യം ഇന്ത്യയിൽ തകർന്നിട്ടില്ല, ഇതൊരു തുടക്കം മാത്രമാണ്. എന്താണെങ്കിലും നമ്മൾ എല്ലാ കാലത്തും ശക്തിയും നന്മയും ധർമ്മവും സത്യമേ ജയിക്കുകയുള്ളൂ, അല്ലാത്തതൊക്കെ ഒരു കുറച്ചു കാലം മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നുള്ള ഭീകര രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏകാധിപതികളും ഹിറ്റ്ലറും മുസോളിനിയും ജോസഫ് സ്റ്റാലിൻ്റെയും ഒക്കെ നമ്മൾ കഥകളും എല്ലാം കണ്ടിട്ടുണ്ട്. എന്തായാലും നല്ലൊരു തുടക്കമാണ്. സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ഈ വിമൻസ് റിസർവേഷൻ ബില്ല് അത്യാവശ്യമായി പാസ്സാക്കി ഈ 543-ൽ 33% കൊടുക്കേണ്ടതാണ്. അത് പറ്റിയല്ല, അത് കൊടുക്കുകയില്ല. അപ്പോൾ നടക്കുന്ന കാര്യമില്ല, വെറുതെ വാഗ്ദാനങ്ങൾ നൽകി പറ്റിക്കുന്നതാണ് ഇതിൻ്റെ പുറകിലുള്ള ചട്ടക്കൂട്. എന്തായാലും നമ്മുടെ പ്രതിപക്ഷത്തിനെ നമ്മൾ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. പാർലമെൻറ്റിൽ നല്ലതായൊരു ചർച്ച നടന്നു. യഥാർത്ഥ കാര്യങ്ങൾ വസ്തുതാപരമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് BJP ഒരു വെട്ടിൽ വീണുപോയി. BJP ഗവൺമെൻറ്റിന് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ആൾക്കാരൊക്കെ കാലുമാറി ഏതെങ്കിലും കക്ഷി കൂടെ പോരുമെന്നാണ് വിചാരിച്ചിരുന്നത്. അത് നടന്നില്ല. അവർക്ക് അവരുടെ കാലിൻ്റെ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് അവർക്ക് മനസ്സിലായി. അങ്ങനെ ആ ബില്ല് പരാജയപ്പെട്ടു. അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു മുതൽക്കൂട്ടാണ്. നമുക്കൊന്ന് ആശ്വസിക്കാം. എങ്കിലും പിന്നീട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിലപ്പുറം ഉള്ള തരികിടയായിട്ട് വരും സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഔട്ട്.